ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ 2 ഒടിച്ചു കുത്തി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. പിന്നെ ഈ ഒടിച്ചു കുത്തി നാരങ്ങയ്ക്കകത്ത് അധികം വിത്തൊന്നും കാണത്തില്ല. നമ്മുടെ കറി നാരങ്ങ പോലത്തെ വിത്തൊന്നും കാണത്തില്ല, 1-2 ഒക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ കമ്പ് ഒടിച്ച് നട്ടാണ് ഇതിനെ കിളിർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇതിൻ്റെ പേര് ഒടിച്ചു കുത്തി നാരങ്ങ എന്ന് വന്നതും. അപ്പോൾ ഞാൻ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാവേ. പിന്നെ ഈ നാരങ്ങയുടെ തോടിനുണ്ടല്ലോ, അതിന് നല്ല കയ്പ്പാണ് കേട്ടോ. അപ്പം കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ തോട് ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്കിതിനെ അച്ചാറിടാവുന്നതാണ്. അല്ല, ഇച്ചിരി കയ്പ്പൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിനൊന്നും ചെയ്യേണ്ട, നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അച്ചാറിടാം. അതുപോലെ തന്നെ ഇതിന് മറ്റേ നാരങ്ങ പോലെ അധികം പുളിയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അകവശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ശകല ഉപ്പൊക്കെ പുരട്ടി കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നുകൂടെ ഒന്ന് മുറിച്ചെടുക്കാവേ. അങ്ങനെ ഞാൻ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെയൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ഞാനിവിടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേർക്കേണ്ട പൊടികളെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഉലുവ പൊടിച്ചത്, 1/2 സ്പൂണ് കായപ്പൊടി കൂടെ. അടുത്തതായിട്ട് ഞാൻ 1 സ്പൂണ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് പച്ചമുളകും കൂടെ കീറിയിടാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി, ഇത്രയും ഞാൻ ആദ്യം ചേർക്കുകയാണ്. ശർക്കര പൊടിച്ചത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് ഇതിൻ്റെ ഇത്രത്തിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ ശർക്കര പൊടിച്ചത് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ നാരങ്ങയിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൂടെ, ഈ കറിക്ക് വേണ്ടുന്ന ഉപ്പൂടെയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അതൊരു 2 സ്പൂണ് കണക്കാക്കി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കത്തില്ലേ, അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചേർക്കണം, അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞ് അതൊന്നിനും കൊള്ളാതായി പോകും കേട്ടോ. പിന്നെ നമ്മുടെ ശർക്കര പൊടിച്ചതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ശകലം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ കണക്കാക്കി നമുക്ക് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ നാരങ്ങയ്ക്ക് അച്ചാറിന് ഇച്ചിരി ഒരു കറി പോലെ നമുക്ക് കിട്ടത്തുള്ളേ. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞ് ഉപ്പിനകത്തിട്ട് വെച്ചിരിക്കുന്ന ആ നാരങ്ങയും കൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഞാനിതൊരു 1/2 മണിക്കൂറേ ഉപ്പിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. പണ്ടൊക്കെ മമ്മി അച്ചാറിടുന്ന കണ്ടിട്ടുണ്ട്. അതായത് തലേ ദിവസമേ ഉപ്പിനകത്ത് ഇതുപോലെ ഇട്ട് വെച്ചേക്കും. അപ്പോൾ പിറ്റേ ദിവസം അച്ചാറിടാൻ എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് വെന്ത് നല്ലതായിട്ട് വരും. ഇപ്പം നമുക്ക് അതിനൊന്നും മെനക്കെടാൻ സമയമില്ല, അപ്പോഴുണ്ടാക്കുമല്ലേ. അപ്പോൾ ഇതും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നേരം ഇത് ഇരുത്തി വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ലതുപോലെ മയം കിട്ടിക്കോളുവേ. ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര പോരെ. ഇച്ചിരിയുടെ ഒന്ന് നമുക്ക് ഇതിനെ കുറുക്കിയെടുക്കാം. കുറച്ചുകൂടെ വേകാനുണ്ട്. അതിൻ്റെ ഞാൻ തൊലി ചെത്തി കളഞ്ഞില്ലായിരുന്നല്ലോ, ആ തൊലിയൊക്കെ വേകാനുണ്ട്. ഇച്ചിരി നേരം കൂടെ വേവിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ അച്ചാർ ഏകദേശം ഇവിടെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഇച്ചിരിയുടെ ഇത് കട്ടിയായിട്ട് നല്ല ഗ്രേവി കണക്ക് വരും. നമുക്ക് അപ്പോഴെടുത്ത് ഒരു ചില്ലി കുപ്പിക്കകത്തോട്ടാക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ നന്നായിട്ട് തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല കയ്പ്പും ഉണ്ട്, എന്നാൽ പുളിയുണ്ട്, മധുരം, ഉപ്പ് എല്ലാം കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ചില്ലു ഉപ്പിക്കകത്തോട്ട് ഇതൊന്ന് ഇട്ട് വെക്കാം. ഇതിന് ഇതുപോലെ ഇരുന്നൊരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. എന്നാൽ മാത്രം അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 2 ദിവസം ഇതിങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.